നമസ്കാരം. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കീഴിലുള്ള BJP സംസ്ഥാന ഘടകം 3 പേരെ നിയമസഭയിലേക്ക് അയച്ചിരിക്കുന്ന വിവരം ഏവർക്കും അറിയാവുന്നതാണ്. ഈ 3 പേർക്ക് പുറമെ മിനിമം ഒരു 5 പേരെങ്കിലും നിയമസഭയിലേക്ക് പോകേണ്ടതായിരുന്നു അവർക്ക് ലഭിച്ച വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ മികച്ച വോട്ട് ഷെയർ ഉണ്ടാക്കിയിട്ടുള്ള, മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള BJPയുടെ സംസ്ഥാന നേതാക്കൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് ദേശീയ നേതൃത്വം അർഹമായ പരിഗണന നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ 12 നിയോജക മണ്ഡലങ്ങളിലാണ് BJPക്ക് 40,000-ന് മുകളിൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. അതായത് മഞ്ചേശ്വരമാണ് BJPക്ക് സംസ്ഥാനത്ത് മത്സരിച്ചതിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചിട്ടുള്ളത്. 67,696 വോട്ടാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബഡാ ഫൈറ്റർക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലഭിച്ചത്. തൊട്ടു പിന്നാലെ നേമം മണ്ഡലത്തിൽ 57,192 വോട്ടുകൾ എന്നുള്ള 2ാം സ്ഥാനമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുകയും ചെയ്തു. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാസർഗോഡ് 56,398 വോട്ടുകളാണ് അവിടെ ML അശ്വിനി നേടിയത്. 4ാം സ്ഥാനം ചാത്തന്നൂർ അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. 51,923 വോട്ടുകൾ നേടി. 5ാം സ്ഥാനം എന്ന് പറയുന്നത് പാലക്കാടാണ്. 49,052 വോട്ടുകൾ പാലക്കാട് ലഭിച്ചു. ഇത്തരത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള 2 പേർക്ക് അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന എന്ന നിലയിലേക്കാണ് BJP ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. ചില ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര സഹമന്ത്രിയായി പരിഗണിക്കുന്നു, ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയായി പരിഗണിക്കുന്നു എന്നുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ തട്ടിവിടുകയാണ്. അതിലൊന്നും തന്നെ ഈ നാട്ടിലെ സംഘപരിവാർ പ്രവർത്തകരോ BJP പ്രവർത്തകരോ വീണു പോകരുത് എന്നുള്ളതാണ് അപേക്ഷിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും BJPയുടെ നേതൃനിരയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ, കാര്യകർത്താക്കൾ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നരേന്ദ്രമോദി തന്നെ ശോഭാ സുരേന്ദ്രനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സുരേന്ദ്രനെയും അത്തരത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമം നടത്തിയതിന് പൂർണ്ണ പിന്തുണ, അതിനുള്ള ആശംസകൾ നേരുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പരിശ്രമം ഒരിക്കലും ഫലവത്താകാതെ പോയത് അത് അവരുടെ പരിശ്രമത്തിൻ്റെ കുറവല്ല എന്നുള്ളത് ദേശീയ നേതൃത്വവും മനസ്സിലാക്കിയാണ്. അത് കൃത്യമായി അവിടെ CPMൻ്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയത്, UDFിലേക്ക് പോയതാണ് എന്നുള്ളത് ദേശീയ നേതൃത്വം കൃത്യമായി അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിയാണ് പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും BJPയുടെ ദേശീയ നേതൃത്വം അർഹമായ പരിഗണന നൽകിക്കൊണ്ട് അവരെ വളരെ കീ പോസ്റ്റുകളിലേക്ക് നിയോഗിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് BJP ആലോചിച്ചിരിക്കുകയാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചനകൾ പ്രകാരം ഇനി വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റുകളുടെ ഒഴിവുകളിലേക്ക്, ഇപ്പോൾ തന്നെ രാജ്യസഭാ സീറ്റുകളിൽ നിരവധി സീറ്റുകൾ ഒഴിവുണ്ട്. ആ രാജ്യസഭാ സീറ്റുകളിൽ ഒന്നിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബഡാ ഫൈറ്ററിനെ, അതായത് അമിത്ഷയും നരേന്ദ്രമോദിയും എല്ലാം തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്ന ബഡാ ഫൈറ്ററിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്നായി ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ അങ്ങനെ തുടങ്ങി ഒട്ടേറെ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവ്, അതെല്ലാം തന്നെ BJP ദേശീയ തലത്തിൽ BJPക്ക് ഗുണകരമാകും എന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ BJPയുടെ രാജ്യസഭ MP ആക്കിക്കൊണ്ട്, എങ്ങനെയാണോ സുരേഷ് ഗോപിയെ നേരത്തെ രാജ്യസഭ MP ആക്കിക്കൊണ്ട് വന്നതിന് ശേഷം കേരളത്തിൽ ലോക്സഭ MP ആക്കി മാറ്റിയത് എന്ന് പറയുന്ന BJPയുടെ
അതേ സ്ട്രാറ്റജി തന്നെ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിലും BJP ദേശീയ നേതൃത്വം എടുക്കാൻ പോവുകയാണ്. അതായത് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ തന്നെ കെ സുരേന്ദ്രനെ രാജ്യസഭ MP ആക്കിക്കൊണ്ട് കേരളത്തിലെ കൃത്യമായി തന്നെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിക്കൊണ്ട് ആ സ്ട്രാറ്റജിക്ക് ആനുപാതികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അതിന് ബോൽബലകമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കെ സുരേന്ദ്രനെ കേരളത്തിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുക എന്ന് തന്നെയാണ് BJP ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ ശോഭാ സുരേന്ദ്രനും ഇത്തരത്തിൽ വലിയൊരു സ്ഥാനം വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് രാജ്യസഭാ MP സ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനമോ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘാടന മികവ് അതിന് ബോൽബലകമായി BJPയുടെ ദേശീയ നേതൃത്വത്തിലുള്ള ഒരു പദവിയാണ് ശോഭാ സുരേന്ദ്രന് നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് BJPയുടെ ദേശീയ ഉപാധ്യക്ഷയോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളോ ശോഭാ സുരേന്ദ്രന് നൽകും എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളും സൂചനകളുമാണ് ലഭിക്കുന്നത്. ML അശ്വിനിക്കും സമാനമായി തന്നെ സംസ്ഥാനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ തന്നെയാണ് അവരിപ്പോൾ ഉള്ളത്, ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൂടി അവർക്കും പരിഗണനയിലുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. അതായത് BJP ദേശീയ നേതൃത്വവും അമിത്ഷയും നരേന്ദ്രമോദിയും നിബിൻ നബീനും ഉൾപ്പെടെയുള്ള JP നദ്ദ ഉൾപ്പെടെയുള്ള BJPയുടെ രാഷ്ട്രീയ ചാണക്യന്മാരെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നത് BJPയുടെ വിജയത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന കാലാകാലങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി പണിയെടുക്കുന്ന അതിനുവേണ്ടി നന്നായി പണിയെടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും താങ്ങും തണലുമായി ദേശീയ നേതൃത്വം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് BJP ദേശീയ നേതൃത്വം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ബംഗാളിന് ശേഷം എന്താണ് BJPയുടെ ടാർഗറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിന് ശേഷമുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള ടാർഗറ്റ് പഞ്ചാബാണ്. പഞ്ചാബിൽ ഏറെക്കുറെ അതിന് സമാനമായ സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുകയാണ്. പഞ്ചാബ് കഴിഞ്ഞാൽ BJPയുടെ അടുത്ത ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ BJPക്ക് ശക്തമായ അടിത്തറയുണ്ടാകണമെങ്കിൽ, ശക്തമായ ഒരു വേര് ഉറപ്പിക്കണമെങ്കിൽ നേതാക്കൾക്ക് BJPക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം ഏറ്റവും ആദ്യപടിയായി എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് മോദിയും അമിത്ഷയും നിബിൻ നബീനും JP നദ്ദയും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യകർത്താക്കൾ നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ML അശ്വിനിയും ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട റിയൽ ഫൈറ്റേഴ്സായിട്ടുള്ള നേതാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നൽകുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ വലിയൊരു പ്രചരണമുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ദയനീയമായാണ് പരാജയപ്പെട്ടത്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളുണ്ടായിരുന്നു. ശോഭേച്ചി കരഞ്ഞു മെഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് ചില യൂട്യൂബിൻ്റെ തമ്മും ടൈറ്റിലും ഒക്കെ ഞാൻ കാണാനിടയായി. അതുകൊണ്ട് തന്നെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് അപ്പുറത്തായിട്ട് ഈ പാലക്കാടത്തെ കഴിഞ്ഞ നാളുകളിലെ ഒരു BJPക്ക് ലഭിച്ച വോട്ടും കൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവസാനിപ്പിക്കാം. 2024 ഏറ്റവും അവസാനമായി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്, രാഹുൽ മാങ്കൂട്ടം ജയിച്ച തെരഞ്ഞെടുപ്പ്. അന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം 39,549 വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. അതായത് ഇത്തവണ ലഭിച്ചത് 49,052 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ലഭിച്ചത്. അതായത് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 9,503 വോട്ടിൻ്റെ ഡിഫറൻസാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അധികമായി അത്രയും വോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ഇനി 2021 ഈ ശ്രീധരൻ സാർ മത്സരിച്ച ഘട്ടത്തിലുള്ള ഒരു വോട്ടുമായി നമുക്ക് ഇതിനെ താരതമ്യം ചെയ്യാം. ഈ ശ്രീധരൻ സാർ മത്സരിച്ച ഘട്ടത്തിലുള്ള വോട്ട് എന്ന് പറയുന്നത് BJPയുടെ എൻ്റയർ സംവിധാനങ്ങൾ, അത് സംഘത്തിൻ്റെ ആണെങ്കിലും RSSൻ്റെ ആണെങ്കിലും BJP കാര്യകർത്താക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അമിത്ഷയുടെ ഓഫീസിൽ നിന്നാണെങ്കിലും മോദിയുടെ ഓഫീസിൽ നിന്നാണെങ്കിലും തുടങ്ങി എൻ്റയർ BJP സംവിധാനങ്ങൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയത്തിന് അപ്പുറത്തായിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന നിലയിൽ ഈ ശ്രീധരൻ സാറിനുണ്ടായിട്ടുള്ള
പൊതു അവമതിപ്പും ഉൾപ്പെടെയുള്ളവ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ 50,220 വോട്ടാണ് അന്ന് ലഭിച്ചത്. അതായത് ഇത്തവണ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് 49,052 വോട്ടുകളാണ്. അതായത് ഈ ശ്രീധരൻ സാറും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ടിന് ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും 1,168 വോട്ടിന് ഡിഫറൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് BJPയുടെ മൊത്തം സംവിധാനങ്ങളും സംഘത്തിൻ്റെ മൊത്തം സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി പാലക്കാട് നിയോജകമണ്ഡലത്തിൽ BJP പണിയെടുത്തപ്പോൾ ലഭിച്ചത് 50,220 വോട്ടുകളാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ കൃത്യമായി നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ്, അവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ ഉൾപ്പെടെ നല്ല രീതിയിൽ സക്രിയമായി പ്രവർത്തിച്ചത് ഫലമായി ഇത്തവണ ലഭിച്ചത് 49,052 വോട്ടുകളാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ തോറ്റു തുന്നം പാടിയതല്ല, അവിടെ BJPയുടെ വോട്ടുകളിൽ കാര്യമായ ഗണ്യമായ കുറവുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയത്ത് CPMൻ്റെ വോട്ട്, അവിടെ ഉണ്ടായിരുന്ന വോട്ടുകൾ അവിടെ ഉണ്ടായിട്ടില്ല. ആ വോട്ടുകൾ പൂർണ്ണമായിട്ട് തന്നെ UDFിലേക്ക് പോയതാണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ഇടയായത് എന്നുള്ള പൊതുബോധത്തെ അല്ലെങ്കിൽ ആ സത്യത്തെ മറച്ചു വെക്കാനാണ് ഇത്തരത്തിലുള്ള പ്രചരണമായി, ഇത്തരത്തിലുള്ള തറവേലകളുമായി ചിലർ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.